ഹായ് ഓൾ, നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തതിന് വീണ്ടും താങ്ക് യു. നമുക്ക് ഇന്നൊരു സോസേജ് കറി വെക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലെ ഒരു സോസേജ് കറി എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. വീഡിയോ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ എൻ്റെ റെസിപ്പി മനസ്സിലാക്കുള്ളൂ. ആദ്യം നമുക്ക് സോസേജ്, ഇത് 500 ഗ്രാം സോസേജ് ആണ്. അപ്പം നമുക്ക് നല്ലതായിട്ട് ഇതുപോലെ അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ലതായിട്ട് ഷോർട്ട് കട്ടായിട്ടുള്ള വിധയിൽ കൂടെ നമുക്ക് ചെയ്യാം. മൊത്തം കേട്ടോ, പെട്ടെന്ന് തന്നെ കട്ടിങ് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്ത് നല്ലതായിട്ട് കഴുകിയെടുക്കാം. നല്ലതായിട്ടൊന്ന് 2 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴുകിയെടുത്ത് വൃത്തിയാക്കി മാറ്റി വെക്കുക. അപ്പം നമുക്ക് 2 ചെറിയ സബോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു തക്കാളി. എന്നിട്ട് നമുക്ക് തക്കാളിയും പച്ചമുളകും വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകിയെടുക്കുക. ഇഞ്ചി അങ്ങോട്ടൊക്കെ ഇതുപോലെ അങ്ങ് ചിരട്ടിയെടുത്തിട്ട് ഇതുപോലെ ചിരിച്ചിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. നമുക്ക് വെളുത്തുള്ളിയും അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും അങ്ങോട്ട് ചിരിച്ചിരിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. അത് കഴിയുമ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് വേണ്ട ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാം. നല്ലതായിട്ട് അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് ചതച്ചെടുക്കുക. അവിടെ വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് ഇടിച്ച് വെക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും തഴഞ്ഞു കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് സബോള 2 സബോള എടുത്തിട്ടുണ്ട്. 2 സബോള ആവശ്യമുള്ളൂ. ചെറിയ 2 സബോള എടുത്തേക്കുന്നത്. 1 കിലോ സോസയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സബോളയും ഇതുപോലെ സ്ലൈസായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി അരിഞ്ഞെടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടിച്ച് പിഴിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. പച്ചമുളക്, സബോള വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സോസേജ് ഒരു 50% ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 50% ഒന്ന് ബ്രൗൺ പരുവാക്കി കിട്ടിയാൽ മതി. അന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള മെയിൻ പാത്രം അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട്, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അങ്ങോട്ടിട്ട് ആദ്യം അങ്ങോട്ട് വഴറ്റിയെടുക്കുക. നല്ലതായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതുകൂടെ അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അത് വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് സബോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സബോള നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ടീസ്പൂണാണ്, 1 സ്പൂണൊന്നും ചേർക്കല്ലേ, ടീസ്പൂണാണ്. 1/2 ടീസ്പൂൺ ഇട്ടാൽ അത് കൂടുതൽ നമ്മുടെ ഫ്രൈ എടുക്കേണ്ട സോസ് അങ്ങോട്ട് മാറ്റി വെക്കുക. അത് കറക്കി തിന്നുകൊണ്ടിരിക്കല്ലേ, പിന്നെ അവസരം കറക്കി കാണത്തില്ല. അതിലേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തിട്ട് അങ്ങോട്ട് അടച്ചു വെക്കുക. അത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. തക്കാളി ഇട്ടിട്ടൊന്ന് അടച്ചു വെച്ച് പെട്ടെന്ന് തക്കാളി വഴറ്റി കിട്ടും. അതിന് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എല്ലാം ടീസ്പൂൺ കണക്കാണ്. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല. 1.5-1.25 ചേർത്തലും കറക്റ്റ് തന്നെയാണ്. ഇത് ടീസ്പൂൺ കണക്കാണ്, സ്പൂണല്ല. ടീസ്പൂണേ ചേർക്കാവൂ, അല്ലെങ്കിൽ മസാലയുടെ എല്ലാം കൂട്ട് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. ടീസ്പൂണാണ് ചേർക്കുന്നത്, ചെറിയ സ്പൂണിലാണ്. അപ്പം എല്ലാം മുളക് പൊടി 2 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടീസ്പൂണ്, പിന്നെ ഗരം മസാല ഒരു 1.5 നമുക്ക് ടീസ്പൂൺ ചേർക്കാം. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സോസേജ് കൂടി ഇട്ട് അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് നമ്മുടെ ആ ഒരു മസാലക്കൂടിന് അതോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്തുമാത്രം ഗ്രേവി വേണം അതിനുള്ള വെള്ളം കൂടെ ചേർത്ത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സാക്കി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടെ വേണം, കാരണം ഇതങ്ങ് നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് വെള്ളം പറ്റും. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ചേർത്തുക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി ചേർക്കാം. അപ്പോൾ വേണ്ട നല്ലതായിട്ട് തന്നെ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം തീ നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക. അപ്പം ഗ്രേവി ഇത്രയും മതിയെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇച്ചിരി ഗ്രേവി വേണം, സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പം അതിലേക്ക് നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് നമുക്ക് ലാസ്റ്റിൽ ചേർത്താൽ മതി നല്ലതായിട്ട്. ആദ്യം 1/2 ടീസ്പൂൺ ചേർത്തായിരുന്നു, ടീസ്പൂണ്. അപ്പോൾ ഇച്ചിരി കൂടെ എന്നാലും കുറവുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി. കറിയെ ഏറ്റവും ബാധിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ്. ഇപ്പോൾ ആദ്യം സ്വല്പം 1/4 ടീസ്പൂണൊക്കെ നിങ്ങൾക്ക് പാചകം അറിയത്തില്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടേക്കുന്നത്, 1 സ്പൂൺ ഇടല്ലേ. അപ്പം ലാസ്റ്റിൽ ഉപ്പ് നമുക്ക് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അടച്ച് വെച്ചൊന്ന് ഒന്നുകൂടെ ഒന്ന് 2 പാത്രമാണ് ഗ്യാസിനടുപ്പ് ചെയ്ത് ഡാൻസ് കളിക്കുകയാണ്. അപ്പം ഉണ്ടോ, ഈ ലെവലിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സോസേജ് കറി വേണ്ട നമുക്കിപ്പോൾ ഒന്നുകൂടെ ഫൈനലായിട്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കാം.
അപ്പം നമ്മൾ ചേർത്ത ഉപ്പ് കറക്റ്റാണ് ഉള്ളത്. ഉപ്പ് കറക്റ്റ് തന്നെയായിരുന്നു, കൂടുതലുമില്ല കുറവുമില്ല. കുറവുണ്ടെങ്കിൽ സ്വല്പം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കിപ്പോൾ ഒഴിച്ച് നോക്കുന്നതെന്ന് അറിയാം, നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഞാൻ ലാസ്റ്റ് ചേർക്കുന്ന ഒരു ഐറ്റമാണ് പ്യുവർ വെളിച്ചെണ്ണ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കാണുന്നത്. ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് മിക്സാക്കി ഇളക്കി അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കുക. ഗ്യാസ് നിർത്തിയേക്ക് 2-3 മിനിറ്റ് അടച്ച് വെക്കുക. എന്നിട്ട് നമ്മുടെ സോസേജ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊറോട്ടയുടെ കൂടോ ചപ്പാത്തിയുടെ കൂടോ കുബൂസിൻ്റെ കൂടോ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഈ രീതിയിൽ തന്നെ പാചകം ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്